Welcome to Wembley, the home of legends. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും, വെംബ്ലി സ്റ്റേഡിയം. ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ഒക്കെ ഫൈനൽ നടക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള വെംബ്ലി സ്റ്റേഡിയത്തെ കുറിച്ച് കേൾക്കാത്ത ഫുട്ബോൾ ആരാധകർ വളരെ കുറച്ചായിരിക്കും. അപ്പോൾ ആ ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെംബ്ലിയിലോട്ട് ഇങ്ങനെ പോകുന്ന ട്രെയിനിൽ നമ്മൾ യാത്ര പോവുകയാണ്. ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടൻ നഗരത്തിലുള്ള വെംബ്ലി എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടും ഐസ്ലാൻഡും നടന്ന ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ഈ ലണ്ടൻ നഗരം എന്ന് പറഞ്ഞ നഗരത്തിന് ചുറ്റുപാടും കുറെ അധികം ഫുട്ബോൾ ഗ്രൗണ്ടുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടാണ് ഇതേ കാണുന്നത്. അതാണ് ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ട്. വളരെയധികം ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടിയാട്ടോ നമ്മൾ ഈ ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ കൂട്ടുകാരനും കൂടിയിട്ട് പോണത്. അപ്പോൾ നമ്മുടെ നോർമൽ ട്രെയിന്, ആ ട്രെയിനിൽ കയറി നമ്മൾ ലണ്ടൻ നഗരത്തിൽ പോയിട്ട് അണ്ടർഗ്രൗണ്ട് ട്രെയിനിലോട്ട് മാറിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്, നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാനായിട്ട് നമ്മൾ എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങാം. സെന്റ് പാൻക്രാസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്റ്റേഷൻ ഉണ്ട്. ഒരു ഇന്റർചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. പല ജംഗ്ഷനുകളിൽ നിന്നും പല സ്ഥലത്തു നിന്നും ട്രെയിനുകൾ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വേറെ വേറെ സ്ഥലത്തേക്ക് അണ്ടർഗ്രൗണ്ടിലോട്ടും അതുപോലെ തന്നെ പല സ്ഥലത്തോട്ടും പോകാനുള്ളത്. നമ്മുടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ഒരു സെറ്റപ്പിൽ ആ ഒരു കളറിലേക്കാണ് അവർ പെയിന്റ് അടിച്ചേക്കണേ. മീൻസ് ഇവരായിരുന്നല്ലോ നമ്മളെ ഒരു കാലത്ത് ചെന്നൈ ആയിരുന്നല്ലോ അവരുടെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാമ്യത നമുക്ക് ഇവിടെ വന്നപ്പോൾ പല ബിൽഡിങ്ങിലും കാണാൻ പറ്റി. ഈ പോകുന്ന ജനങ്ങളൊക്കെ ട്രെയിൻ കയറായി പന്ത് കളി കാണാൻ വേണ്ടി വരുന്ന ക്രൗഡാട്ടോ. അപ്പോൾ ഞങ്ങൾ വെംബ്ലി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. വെംബ്ലി സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടുള്ള വെംബ്ലി എന്ന് പറഞ്ഞ ആ ഏരിയക്ക് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഈ സ്റ്റേഡിയത്തിന് ചുറ്റും 3 അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകളുണ്ട്, എബോവ് ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ വന്നിട്ട് നമ്മൾ എബോവ് ഗ്രൗണ്ടിൽ വന്ന് ഇറങ്ങുവാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്, അതിന്റെ സെറ്റപ്പ് ഒന്നും നമുക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ കാണുന്ന മാപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനോടോ ഒരു പോലീസുകാരനോടോ നമ്മൾ വഴി ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോകാനോ ഒന്നുമില്ല. പടങ്ങൾ പിക്ചോറിക്കലായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെല്ലാം ലൈനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ പറയണേ, വളരെയധികം കണ്ണിങ് ആണ്, ഈച്ച് ആൻഡ് എവരി സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം. അങ്ങനെ ഞങ്ങൾ വെംബ്ലി പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിന്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്ന് ആ മുന്നിൽ കാണുന്നതാണ് വെംബ്ലി സ്റ്റേഡിയം. അപ്പോൾ ആ വെംബ്ലി സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് പോകാനേക്ക് വേണ്ടിയിട്ട് ഒരു ഒത്തിരി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ 90,000 ആണ് അതിന്റെ കപ്പാസിറ്റി. 90,000 ജനങ്ങൾക്ക് ഇരിക്കാൻ പറ്റും ഫുള്ള് ഗ്രൗണ്ടിൽ. അപ്പൊ ആ 90,000 പേര് കയറുന്ന ഹോം ഗ്രൗണ്ട് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സ്വന്തം ഗ്രൗണ്ടാണത്. നമുക്കടെ കൊച്ചിയിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം, കേരളത്തിന്റെ ഫുട്ബോൾ എന്നൊക്കെ പറയണ ആ ഒരു സെറ്റപ്പിൽ ഇവരുടെ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഹോം ഗ്രൗണ്ടാണ് വെംബ്ലി സ്റ്റേഡിയം കേട്ടോ. ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റുകളൊക്കെ വളരെ കുറഞ്ഞ റേറ്റിലാണ് കിട്ടിയത്. പലരും ഇത് ഈ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്റെ പൊന്നു ചേട്ടാ ഇതിന്റെ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്, അതുപോലെ തന്നെ എത്ര പൗണ്ടായി, എങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് എടുക്കേണ്ട രീതികൾ എന്നൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കാണുക, അതിൻ്റെ അകത്ത് ഞാൻ വിവരങ്ങളെല്ലാം പറയുന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഗ്രൗണ്ടിൽ പോകാൻ പറ്റണത്, അതുപോലെ കളി എങ്ങനെ ഉണ്ടായിരുന്നു, കളിയുടെ ആ ഒരു ഫുള്ള് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വെംബ്ലി സ്റ്റേഡിയത്തിലെ ടിക്കറ്റിന്റെ റേറ്റ് 60 പൗണ്ട് മുതൽ 777 പൗണ്ട് വരെയാണ് മാക്സിമം ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ കേട്ടോ. അപ്പോൾ അത് ഓരോ കളിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ടിക്കറ്റിന്റെ പ്രൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വിമാനത്തിന്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണ പോലെ തന്നെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പ്രൈസ് കൂടി പോകുന്ന ഒരു ടൈപ്പിലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് വലിയ ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലോ റേറ്റിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അതേസമയം കഴിഞ്ഞ ഫൈനൽ, ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിന്റെ ടിക്കറ്റൊന്നും അവൈലബിലിറ്റി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ നോക്കുമ്പോൾ. കൊണ്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ഗെയിമിന്റെ അകത്ത് പണം എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് നമുക്ക് ഈ ഒരു കളി കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതിന്റെ എക്സിക്യൂഷനും അത് എങ്ങനെയൊക്കെയാണ് അവര് കൃത്യമായിട്ട് 7:45 കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ 7:45 മുമ്പ് എല്ലാം സെറ്റാണ്. അത് എങ്ങനെ അവര് ഇംപ്ലിമെന്റ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും, ടി വിയിൽ മാത്രമാണല്ലോ നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുള്ളൂ. അപ്പോൾ
അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ടിക്കറ്റിന് വേണ്ടിയിട്ട് അന്വേഷിക്കാനും ടിക്കറ്റ് കണ്ടെത്താനൊക്കെ സാധിച്ചത്. എന്തായാലും ജീവിതത്തിലെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം നൽകുന്ന ദിവസങ്ങളായിരുന്നു ഈ ഒരു കളി കാണാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തും കളിക്ക് പോയതും. കൃത്യമായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളി നടക്കാൻ വേണ്ടിയിട്ട് എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിന് ഡിപ്ലോയ് ചെയ്തേക്കണത് ഏറ്റവും കുറഞ്ഞത്, എൻ്റെ ഒരു കണക്കൂട്ടലാട്ടോ പറയണത്, ഈ സ്റ്റാഫ് പോലീസുകാർ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ഏറ്റവും കുറഞ്ഞൊരു 15,000 സ്റ്റാഫെങ്കിലും സ്റ്റുവാർട്സ് എന്നാ പറയണേ അവർ ഉണ്ട്. അതപ്പോ നമ്മൾ വിചാരിച്ചു ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ടൊരു കളി അവിടെ 90,000 പേര് വെച്ച് നടക്കുവോ എന്ന്. അപ്പോ സത്യം പറയാലോ, ഇത് ഫുൾ കൺട്രോളിംഗ് ആണ്, സിസ്റ്റമാറ്റിക് ആണ് എല്ലാം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ജീവിതത്തിൽ എല്ലാവർക്കും പന്ത് കളിയൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള മെയിൻ ഗ്രൗണ്ടുകളിൽ പോയി കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 1.5 വർഷം മുമ്പ് നമ്മൾ UK വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഫുട്ബോൾ കളി കാണാൻ പോകുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ക്ലബ്ബ് കളി കാണണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതേ ഇത് ഇംഗ്ലണ്ടിന്റെ കളി, ഇതാണ് വെംബ്ലി മക്കളെ. വെംബ്ലി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഡിയം ഇതാണ്. എന്താ പറയാ, മനസ്സിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അച്ചീവ്മെന്റുകളും നമ്മൾ നേടുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന ഓരോ മൊമെന്റുകളാണ്. നമുക്കൊരാഗ്രഹം നമ്മൾ ഡിസൈഡ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുക, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് നമ്മൾ പണം എന്ന് പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ അകത്തൊരു ഫാക്ടേ ആയിരിക്കില്ല. പക്ഷെ ഈ ഒരു ടിക്കറ്റ് എനിക്ക് കിട്ടിയത്, ഈ ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ചെലവായത് വെറും 60 പൗണ്ടിന്റെ ടിക്കറ്റാട്ടോ. അതേ ഗ്രൗണ്ടില് അതേ ആംബിയൻസില് അത്രയധികം 90,000 കാണികൾ തന്നെയുള്ള ഒരു ഹോം ഗ്രൗണ്ടില് അത് ഇംഗ്ലണ്ടിന്റെ കളി ഒരെണ്ണം കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഹാരി കെയ്നും സാക്കയൊക്കെ കളിക്കുന്ന ഒരു ഗെയിം വരുമ്പോൾ അതിന്റെ എതിരാളി ആരാന്നുള്ളത് അവര് പ്രസക്തിയില്ല, അവരൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഞാനും ജോസം എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനും കൂടിയിട്ട് വന്നു, കളി കണ്ടു, എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. എങ്ങനെയൊക്കെയാണ് ഇവരിത് ചെയ്തേക്കണത്, സെറ്റപ്പ് ചെയ്തേക്കണത്, നമ്മൾ TV-യിലൊക്കെ മാത്രം കണ്ടിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ബോൾ ബോയ്സ് ഒക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കണതും ഇരിക്കണതും ഒക്കെ നമ്മുടെ തൊട്ട് മുമ്പില് എങ്ങനെയാണ് ഈ പറഞ്ഞ ആരാധകർ ഗ്രൗണ്ടിലേക്ക് ചാടുന്നത് എന്നൊക്കെ നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു സന്തോഷം. ടിക്കറ്റ് 6,000 രൂപയായിരുന്നു, എന്നുവെച്ചാൽ 60 പൗണ്ട്, ഇവിടത്തെ 60 പൗണ്ട്. അങ്ങനെ ഞങ്ങൾ എടുത്തത് ഫ്രണ്ട് റോയിലുള്ള ടിക്കറ്റാണ്. അത് ഇംഗ്ലണ്ടിന്റെ ഫാൻ സോണിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. അങ്ങനെയൊക്കെ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്, നോംസുകൾ ഉണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ. അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണ സമയത്ത് ഓരോ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഏത് രാജ്യത്തിന്റെ ആരാധകരാണ്, എങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടാതെ. അപ്പോൾ ഗ്രൗണ്ടിന്റെ അകത്ത് ബാറുണ്ട്, കോക്ടെയിൽ ഉണ്ട്, ജിന്നുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. സത്യം പറയാലോ, പന്ത് കളിയോടനുബന്ധിച്ച് ഫാമിലി ആയിട്ട് അവരൊരു ദിവസം വന്ന് ആസ്വദിച്ചിട്ടാണ് ഈ 2.5 മണിക്കൂർ നേരം ഇവര് എൻജോയ് ചെയ്ത് തിരിച്ചു പോണത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണേ, ഒക്കെ ജീവിതം ആസ്വദിക്കാന്ന്. ഇത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ്. അതൊക്കെയാണ് ഈ യൂറോപ്യന്മാരുടെ പ്രത്യേകത. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എൻജോയ്മെന്റിന്റെ ദിവസങ്ങളാണ്. ചേച്ചിമാരായാലും ശരി, ചേട്ടന്മാരായാലും ശരി, ഒക്കെ കള്ളുടിയന്മാരാ, ഒരു രക്ഷയില്ല. ഇവന്മാരുടെ ഒന്ന് മടുത്തു. ചുമ്മാ വന്ന് കള്ള് മേടിച്ചു കുടിക്കുക, പന്ത് കളിയാണ്. നമുക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫാൻസിന്റെ ഇതിന്റെ അകത്ത് അക്കൗണ്ടിൽ പോയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അതിൽ ലോട്ടറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആദ്യം ചെല്ലുന്ന ഇതായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ടിക്കറ്റ് ഫാൻസിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ഉണ്ട്. ആ റിസർവ്ഡിന് ആ സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അവരുടെ ഫാൻ സോണിൽ ഉള്ളവരാണെങ്കിൽ നമുക്ക് നേരെ തന്നെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പിലാണ് കിട്ടുക. അപ്പൊ ചിലർക്കൊക്കെ ഈ വിംബിൾഡണിന്റെ മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എത്രയോ കൊല്ലങ്ങളായിട്ട് ഡ്രോ ലക്കിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ വിംബിൾഡണൊക്കെ അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ളവർക്കേ ടിക്കറ്റ് കിട്ടുള്ളൂ. അതുപോലെയൊക്കെ തന്നെയാണ് സാക്കയാണ്, ഹാരി കെയ്ൻ ആണ്. അവര് ആ മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്യണ സമയത്ത് തന്നെ എന്താ പുകിലെന്നറിയാം ഇതിന്റെ അകത്ത് നടക്കുന്നത്. ഇവരുടെ ആ ഒരു സെറ്റപ്പ് നമ്മളെ നാട്ടിലിപ്പോ ISL നടക്കുന്നുണ്ട്, നമ്മൾ കൂവല് കുറുക്കല് ചെണ്ടമേളം അങ്ങനെ എല്ലാ സാധനം അകത്ത് കയറ്റുണ്ടല്ലോ. അപ്പൊ ഇവിടെ അങ്ങനത്തെ കൂലൊന്നുമില്ല, എല്ലാം DJ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് എക്സ്ട്രാ സാധനങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല. ബാക്ക് പോളിസികളുണ്ട്, കയറ്റാവുന്ന ഐറ്റംസ് ഉണ്ട്, ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അകത്തുനിന്ന് കിട്ടും, പുറത്തുനിന്ന് നമുക്ക് മേടിച്ചു കൊണ്ടുപോയി കുടിക്കാൻ പറ്റില്ല. അപ്പൊ ബിസിനസ്സാണ്, ഫുട്ബോൾ ബിസിനസ്സാണ് നടക്കുന്നത്.
നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മള് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുന്ന രീതി എങ്ങനെയാന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന നമുക്ക് 7:45 നമുക്ക് കളി തുടങ്ങിയത്. അപ്പോ 6:15 മുതൽ 6:45 വരെയുള്ള സമയത്താണ് നമുക്ക് ഗേറ്റിൽ എന്റെ ടിക്കറ്റിന് എൻട്രി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതിനു മുമ്പ് തന്നെ ഓൾറെഡി ലണ്ടൻ TFL എന്ന് പറഞ്ഞിട്ട്, ട്രാൻസ്പോർട്ട് ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവർ നമുക്കൊരു മെയിൽ തരും. ഇന്നിങ്ങനെ ഇന്ന ഗ്രൗണ്ടിൽ കളി നടക്കുന്നതുകൊണ്ട് ട്രെയിനിൽ തിരക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രയറായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണം, വൈകി പോകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. നമ്മൾ ആ മെയിൽ അനുസരിച്ചിട്ടാണ് ട്രാവൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടിക്കറ്റ് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ A4 ഒരു ഷീറ്റ് പ്രിന്റ് എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ആ ഗ്രൗണ്ടിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മീൻസ് സേഫ്റ്റി സൈഡാണ് എല്ലാം. നമുക്ക് ഒരു സാധനങ്ങൾ പോക്കറ്റിലൊന്നും ഇട്ട്, ഈവൻ എന്റെ ബാഗിന്റെ നമ്മുടെ ജാക്കറ്റിന്റെ അകത്ത് ഒരു മങ്കി ക്യാപ്പ് കിടന്നിട്ട് പോലും അവരത് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ അത്രയും സെക്യൂർഡ് ആയിട്ടാണ് കയറ്റണത് ഗ്രൗണ്ടിലേക്ക്. പക്ഷെ ഈ പറഞ്ഞ ഗ്രൗണ്ടിന്റെ അകത്ത് അവര് ഗ്രൗണ്ടിലേക്ക് കുപ്പികൾ, അവിടെ മേടിക്കാൻ കിട്ടുന്ന കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവര് ആഘോഷം അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഹൂളിഗൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ഫുട്ബോൾ ഹൂളിഗൻസ്, അവരത് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയും. പിന്നെ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. എല്ലാം നടക്കും. ആ ഒരു 2 മണിക്കൂറിന്റെ അകത്ത് എല്ലാ തരികിടകളും എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു എൻജോയ്മെന്റ് ആയിട്ട് ആണ് ഇവർ കാണുന്നത്. ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വികാരമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങള് ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും, ഇവരുടെ ഡാൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഫ്ലാഗ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഓരോന്നും എല്ലാം നമുക്ക് ആദ്യമായിട്ടാണല്ലോ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കായിരുന്നു, ഇന്ത്യയുടെ ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചാണ് ഇന്ത്യയുടെ നടക്കണമെങ്കിൽ ഇതുപോലെ ഒരു 90,000 പേർക്കൊക്കെ ഇന്ത്യയിൽ കയറാവുന്ന ഒരു ഗ്രൗണ്ടിന്റെ അകത്ത് ഫുള്ളായിട്ട് വരുമോ, ഫാമിലി ആയിട്ട് പോയി തള്ള പിള്ള അടക്കം, ക്രിക്കറ്റ് ആണെങ്കിൽ വരും. ഫുട്ബോളിന്റെ കേസിൽ നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോഴും ബാക്കിൽ തന്നെ. പക്ഷെ ഇത് പൈസ വരുന്ന ഒരു രീതിയാണ്, ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി ISL ഇറക്കി. ഇനിയിപ്പോ കേരളത്തിൽ ഇതേ ഇപ്പൊ വീണ്ടും സൂപ്പർ ലീഗ് വരാൻ പോകുന്നു. കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം ഒഴുകുവാണ് ഓരോ കളിക്കും വേണ്ടിയിട്ട്. ആ ഒരു ദിവസത്തെ ഉച്ച കഴിഞ്ഞത്തെ ചിലപ്പോൾ 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ ആയിരിക്കും അവർക്ക് ഷിഫ്റ്റ് ഉണ്ടാവുക. അപ്പൊ അത്രയും പേർക്ക് ജോലി. ഇപ്പൊ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ ബോൾ ബോയ്സ് ഒക്കെ ഇല്ലേ, ഇവരൊക്കെ അന്ന് ഒരു ദിവസത്തെ സ്റ്റാഫിന് വേണ്ടി മാത്രം ഇത്ര മണിക്കൂറിന് വേണ്ടിയിട്ട് വന്നേക്കണാണ്. അവര് ഒരു എഗ്രിമെന്റും ഇല്ല, ഒരു കരാറും ഇല്ല. അവിടെ ഏതെങ്കിലും വന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക, ഇന്ന് ഇത്ര മണിക്കൂറിന് ജോലിക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് അവർ യൂണിഫോം തരും, അത് ഇട്ട് വെക്കുക. കുടിക്കാനുള്ള വെള്ളം പോലും അവരുടെ കുപ്പിക്കകത്തോ വാങ്ങി വെച്ചേക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. കളി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ദേശീയ ഗാനത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന അവരവരുടെ ദേശീയ ഗാനമൊക്കെ ചൊല്ലണതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കളിക്കാരെയൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് കാണാൻ പറ്റണതും, ഹാരി കെയ്ന്, ബെല്ലിംഗാം, അങ്ങനെ ഇവരുടെ ഓരോ ടീമുകൾ. എനിക്ക് കൂടുതലായിട്ട് പുതിയ ഇംഗ്ലണ്ടുകാരുടെ കളിക്കാരുടെ പേരൊന്നും അറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു മാച്ച് കാണണം, വെംബ്ലി സ്റ്റേഡിയത്തിലൊക്കെ പോകണം, അതുപോലെ തന്നെ ഓരോ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അകത്ത് ആംബിയൻസ് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമാണ്. ഫുട്ബോൾ നമുക്ക് പ്രിയമാണ്. ഇംഗ്ലണ്ടൊന്നുമല്ല, നമുക്കിവിടെ താല്പര്യപ്പെട്ട രാജ്യം ബ്രസീൽ തന്നെയാണ്. ബ്രസീലിന്റെ കളിക്ക് ഇതിനു മുമ്പ് ഇവിടെ ബ്രസീൽ ഇംഗ്ലണ്ട് ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു. അന്ന് ടിക്കറ്റ് എടുക്കാനൊക്കെ നോക്കിയിട്ട് നമുക്ക് 7 ലക്ഷത്തേക്ക് പോലും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ലോ ബഡ്ജറ്റിലുള്ള ഒരു ടിക്കറ്റ് വന്നപ്പോൾ നമ്മൾ ചാടി കയറിയത് കേട്ടോ. എന്തായാലും ജീവിതത്തിലെ ഒരു ഫുട്ബോൾ കളി കാണണം. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ബ്രസീൽ അർജന്റീന ഖത്തറിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ അണ്ടർ-17 വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ബ്രസീലിന്റെ ഇംഗ്ലണ്ടിന്റെ കളി കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അത് കേരളത്തിൽ കൊച്ചിയിൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും ദോഹയിൽ ഹമദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും പോയത്. ഇപ്പൊ അതിനൊക്കെ ശേഷം ഇപ്പൊ ഇങ്ങനെ വെംബ്ലി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണാൻ ഒരു അവസരം കിട്ടി. ഇനിയും പോകണം എന്ന് ആഗ്രഹമുണ്ട് ഓരോ ടീമിന്റെ കളികൾ വരുമ്പോഴും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടൊക്കെ സെറ്റ് ചെയ്ത് സൈഡാക്കി കുറേശ്ശെ പൈസയൊക്കെ മാറ്റി വെച്ച് ഇന്നിപ്പോ ഞങ്ങൾക്ക് വന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-120 പൗണ്ട് താഴെ ആയിട്ടുള്ളൂ. 40 പൗണ്ടിന് നമുക്ക് വീട്ടിൽ നിന്ന് ട്രെയിൻ കയറി ലണ്ടനിൽ പോയി കളി കണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ ചെല്ലാൻ പാകത്തിന് 40 പൗണ്ടിന്റെ ടിക്കറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് നമ്മൾ ഇവിടെ എടുക്കണേ. അത് ഒരു ട്രെയിൻ പോയി എന്ന് കരുതി കുഴപ്പമില്ല, അതിന്റെ പുറകിൽ വരുന്ന ട്രെയിനിൽ കയറാം. അതിനുശേഷം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് അണ്ടർഗ്രൗണ്ട് ട്യൂബിന്റെ അകത്തൂടെ ഉള്ള കണക്ടിവിറ്റി ട്രെയിനുകളിൽ കയറാം, യാത്ര ചെയ്യാം. അങ്ങനെയൊക്കെ യൂസർ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ഓരോ യാത്രാ സൗകര്യങ്ങളും. അതുപോലെ ഗ്രൗണ്ടിന്റെ ചുറ്റുപാട് 3 സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 3 സ്റ്റേഷനിൽ നമുക്ക് ആക്സസ് ആണ്. എങ്ങനെയൊക്കെയാ പോകേണ്ടതെന്ന് അവിടെ കൃത്യമായിട്ട് ബോർഡുകളും ബാനറുകളും എല്ലാം ഉണ്ട്. എല്ലാം സിസ്റ്റമാറ്റിക് ആണ്.
കളിയുടെ കാര്യം പറയുമ്പോൾ കളി വെറും എന്താ പറയുക മടി പിടിച്ചിട്ടാണ് ഇംഗ്ലണ്ട് കളിച്ചത്. കാരണം അടുത്ത വീക്കില് യൂറോ കപ്പ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ യൂറോ കപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലിയാണല്ലോ ഈ നടക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് വല്ല പരിക്കും പറ്റിക്കഴിഞ്ഞാൽ യൂറോ കപ്പിൽ കളിക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരു സാമട്ടിലാ കളി തുടങ്ങിയ. ആ കളി തുടങ്ങിയിട്ട് സാമട്ടി കളിച്ചതുകൊണ്ട് തന്നെ 12 മിനിറ്റ് ആയപ്പോഴേക്കും ഐസ്ലാൻഡ് കൊണ്ടുവന്ന ഒരു ഗോൾ ഇട്ടിട്ട് പോയി. അതോടുകൂടി ഭയങ്കരമായിട്ട് ബിയറൊക്കെ അടിച്ച് തല കൊടിഞ്ഞ് കളി കാണാൻ വേണ്ടി വന്നിരുന്ന ഇംഗ്ലീഷ് ആരാധകരൊക്കെ ഡൗൺ ആയി പോയിട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഓളം അവരുടെ ഒരു അറ്റാക്കിങ് ഇംഗ്ലണ്ടിന്റെ അറ്റാക്കിങ് വരുമ്പോൾ ഇവരൊരു ജസ്റ്റ് ഒരു ഓളം വരും എന്നല്ലാണ്ട് അല്ലാത്ത കണ്ടീഷനിലൊക്കെ വെറുതെ ഒരു സൈലന്റ് മോഡിലായിരുന്നു കളിക്കകത്ത് കളിക്കാർ കളിച്ചുകൊണ്ടിരുന്നത്. ആരാധകരുടെ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോയി പുറത്തു പോയിട്ട് കൗണ്ടറിൽ പോയി ബിയർ മേടിച്ചു കുടിക്കുന്നു. പടപടയെന്ന്. ഒരു ഗ്രൗണ്ടിന്റെ അകത്തേക്ക് ഒരിക്കലും നമുക്ക് ഗ്ലാസ്സിൽ മദ്യം മേടിച്ചുകൊണ്ട് പോകാനൊന്നും സാധിക്കില്ല. നമ്മൾ ആ മേടിച്ച് കൗണ്ടറിന്റെ ഫ്രണ്ടിൽ അവര് ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാനുള്ള ഉപ്പ് പൊടികൾ, കുരുമുളക് പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കോണ്ടിമെന്റ്സ് കാര്യങ്ങളെല്ലാം അവിടെ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ദാരിദ്ര്യം ഇല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഇപ്പോ 1000 ബ്ലോക്കുകളുണ്ട്, 100 ബ്ലോക്കുകളുണ്ട്. 900 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളുള്ള കപ്പാസിറ്റി ഉള്ള ബ്ലോക്കുകളാണ്. അപ്പൊ അതാണ് അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഓരോ ബ്ലോക്കിലേക്കും ഇത്രയധികം ഷോപ്പുകളുണ്ട്, ഇത്രയധികം ഫുഡുകൾ കഴിക്കാനുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ പോലും നമ്മൾ റോട്ടിലോ അല്ലെങ്കിൽ ഈ നടക്കുന്ന വഴിയിലേക്കോ ഒന്നും നമ്മൾ ഇടില്ല. അതെല്ലാം നമ്മൾ ഈ അവിടെ ബിന്നുകൾ വെച്ചിട്ടുണ്ട്. അത് നിറയുന്ന അനുസരിച്ച് എടുത്തു മാറ്റാനായിട്ട് ആളുകളുണ്ട്. ഈ പറഞ്ഞ പോലെ കളി കൃത്യം എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. ഇന്റർവെല്ല് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും എല്ലാ ഷോപ്പുകളും ഷട്ടർ ഇട്ട് കഴിഞ്ഞു, കടയടച്ചു. കളി തുടങ്ങി നല്ല ഉഷാറായിട്ട് ഒരു ഗോള് കിട്ടി ഇംഗ്ലണ്ട് തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോ ഒരുപക്ഷെ വീണ്ടും ഇവരുടെ ഈ ആരാധകര് വയലന്റ് ആയാലോ എന്നൊക്കെ കരുതിയിട്ടാന്ന് തോന്നുന്നു. ഇന്റർവെല്ല് ആയ സമയത്ത് മീൻസ് സെക്കൻഡ് ഹാഫിലാണ് കുറെ അധികം സ്റ്റാഫുകൾ പിന്നെ ഗ്രൗണ്ടിലേക്ക് വന്നു കേട്ടോ. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, ഓൾറെഡി നമുക്ക് ഓരോ വ്യക്തികളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓരോ ചേട്ടന്മാർ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുക, ഓരോ കുഞ്ഞു കസേര ഇട്ടിട്ട് പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ അവര് കുറെ എണ്ണത്തിനെ കൊണ്ടുവരുന്നു. എനിക്ക് തോന്നുന്നത് അവര് ഹാഫ് ടൈം കഴിയുമ്പോൾ തന്നെ അവര് ഔട്ട്സൈഡിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജോബുകളൊക്കെ എല്ലാം കഴിഞ്ഞല്ലോ, കയറാനുള്ളവരെയും കൺട്രോൾ ചെയ്യാനുള്ളതൊക്കെ. അവരൊക്കെ വീണ്ടും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇനി ഈ ഫുട്ബോൾ ആരാധകർ തോറ്റു നിൽക്കുവാണല്ലോ, ഇവന്മാർ വയലന്റ് ആയാലോ എന്നൊക്കെ കരുതിയിട്ടാന്ന് തോന്നുന്നു കുറെ എണ്ണത്തിനെ പിന്നെയും കൊണ്ടുവന്നിട്ടു. എന്തായാലും ഇംഗ്ലണ്ട് ഞാൻ ചത്തേ ചവിഞ്ഞെന്ന് എന്നെ പറഞ്ഞിട്ടാ കളിച്ചത് തന്നെ. ഒരു എന്നാ പറയാ, ഒരു ചൂടില്ലാത്ത കളിയായിരുന്നു കളിച്ചത്, തോക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട് തോറ്റയിൽ നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം നമ്മൾ കളി കാണുക എന്ന് പറഞ്ഞാൽ കളി ആസ്വദിക്കുക എന്നുള്ളതാണ്. ഐസ്ലൻഡ് നന്നായിട്ട് കളിച്ചു, കുഞ്ഞു പിള്ളേരായിരുന്നു കളിച്ചത്. നമ്മൾ നോട്ടത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 25 വയസ്സ് താഴെയുള്ളവന്മാരാ ഒക്കെ ആ ഗ്രൗണ്ടിൽ കളിച്ചത്, ആ ടീമിൽ കേട്ടോ, ഐസ്ലൻഡ് എന്ന് പറഞ്ഞ ടീമില്. അപ്പൊ ഞാൻ അതുവരെ യൂറോ കപ്പ് ഒന്നും കളിക്കാൻ പോണില്ല, അത് അവരാണ് ഇപ്പൊ ഇംഗ്ലണ്ടിനെ തോപ്പിച്ചേക്കണത്. അപ്പൊ യൂറോ കപ്പിന് യോഗ്യത നേടാത്ത ഒരു രാജ്യമാണ് ഐസ്ലാൻഡ്. അവര് ഈ പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ മെയിൻ ടീമിനെയാണ് തോപ്പിച്ചത് ഇപ്പൊ ഈ ഇന്റർനാഷണൽ ഫ്രണ്ട്ലിയില്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ നമുക്ക്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നയാഗര വാട്ടർഫോൾ കാണണം എന്ന് പലർക്കും ആഗ്രഹമുണ്ട്, കാനഡ വരെ പോകണം. അപ്പൊ അതെല്ലാവരെയും കൊണ്ട് സാധിക്കാൻ പറ്റില്ല. അതുപോലെ പണ്ട് നമ്മള് കോട്ടപ്പടിക്ക വായനശാലയിൽ പോയി, ജ്ഞാനോദയം ഗ്രന്ഥശാല എന്ന് പറഞ്ഞ് നമ്മുടെ കോട്ടപ്പടി ഗ്രൗണ്ട്, നമ്മുടെ ഇതില് വായനശാലയിൽ പോയിരുന്ന് പന്ത് കളി കാണുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്, ദൈവമേ എന്തെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ കളി കാണാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ നമ്മുടെ കണ്ണുമുമ്പില് ബോൾ ബോയ്സിന്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തൊട്ടു മുമ്പില് രാജ്യങ്ങൾ മെയിൻ കളിക്കാര്, ഇത്രയധികം ക്രൗഡ്. നമ്മുടെ ISL കേരളത്തിൽ നടക്കുന്നുണ്ട്, ഇന്ത്യയുടെ മാച്ചുകൾ നടക്കാറുണ്ട്. എന്നാലും നമ്മളൊരു ഇന്റർനാഷണൽ കളി കാണുക എന്ന് പറയുമ്പോൾ അതിനൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. ആ ഒരു സെറ്റപ്പ് നമ്മൾ ശരിക്കും അനുഭവിച്ച് അറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആരാധകന്മാരുടെ ശല്യം എന്നൊക്കെ പറയണ പോലെ തന്നെ ഇവിടെ ഈ പന്ത് കളി തുടങ്ങി ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടന്മാര് ഇരിക്കുക. ഈ പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ എറിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ നമ്മുടെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കുറെ പേര് ഇരിപ്പുണ്ട്, ഓപ്പോസിറ്റ് സെക്യൂരിറ്റിക്കാര്. ആ ഇരിക്കുന്ന വ്യക്തികള് കളി 45 മിനിറ്റ് തീരണ കളിയാണെങ്കിൽ 44ാമത്തെ മിനിറ്റ് ആകുമ്പോഴേക്കും അവർ എണീറ്റ് വീണ്ടും നിൽക്കൂട്ടോ, എണീറ്റ് വെക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ 90ാമത്തെ മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ എണീറ്റ് 95 മിനിറ്റ് എക്സ്ട്രാ കൊടുത്തായിരുന്നു. അപ്പൊ ആ സമയത്തിലും അവര് ആ കളി തീരണേക്ക് 1 മിനിറ്റ് ഉള്ളപ്പോൾ അവര് കൃത്യം അതേ ആ എണീക്കാൻ വേണ്ടിയിട്ട് നമ്മള് സ്വിച്ച് ഇട്ട പോലെയാണ് എണീക്കുന്നത്. അതെല്ലാം ഫുള്ള് കൺട്രോളിംഗ് ആണ്. ഇവരുടെ സൂപ്പർവൈസർ വന്നിട്ട് പറയും എല്ലാവരും എണീക്കും എന്ന് പറയും. അവർ ചാടി എണീറ്റ് ആരെങ്കിലും ഗ്രൗണ്ടിലേക്ക് അതും ഇതൊക്കെ വലിച്ചെറിയുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് കുറെ അധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ജാതിപരമായിട്ടോ വർഗപരമായിട്ടോ ഒന്നും ആരെയും കളിയാക്കാൻ പാടില്ല, വർഗീയതയുടെ രീതിയിലൊന്നും പറയാൻ പാടില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല ഗ്രൗണ്ടിലേക്ക്. അങ്ങനെയൊക്കെ ഇന്റർവെല്ലിന്റെ സമയം
ഫുള്ള് ഡാൻസ് ഉണ്ടായിരുന്നു. Replacing number 5, John Stones, is number 15, Ezri Konsa. കൃത്യം ഹാഫ് ടൈം എൻ്റെ ഒരു ചെറിയ ഇന്റർവെല് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടന്മാര് മുമ്പിലിരുന്ന ചേട്ടന്മാരിരുന്നു. ഈ പറഞ്ഞ ഓരോ ടിക്കറ്റിനും ഓരോ ലെയറിലും ടിക്കറ്റിന്റെ റേറ്റ് വ്യത്യസ്തമുള്ളതാണ്. മിനിമം റേറ്റ് ആയിട്ടുള്ള ഒരു ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. അത് 60 പൗണ്ടായിരുന്നു ഏറ്റവും ലീസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിന്റെ മുകളിലോട്ട് പോകും തോറും റേറ്റുകൾ കൂടും. ഇതിന്റെ ഏതെല്ലാം സോണിലാണ് ഏറ്റവും റേറ്റ് ഉള്ളതെന്നൊന്നും എനിക്കൊരു അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുവാണ്, കളി നടക്കുമ്പോൾ പോലും പുറത്ത് പിള്ളേര് കിടന്ന് കുന്തളിക്കുന്നു. അതുപോലെ തന്നെ ഫുൾ ഒരു പൊളി മൂഡായിരുന്നു കേട്ടോ മൊത്തത്തിൽ എല്ലാവരും. ഇപ്പൊ ജോസൻ ചേട്ടനായാലും ഞാനായാലും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു ഗെയിം. ഈ ഹാഫ് ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പുറത്തു പോയി ആവശ്യത്തിന് ബിയറോ അല്ലെങ്കിൽ ഫുഡോ മേടിച്ച് കഴിക്കാന്ന് പറഞ്ഞല്ലോ ഇന്റർവെല്ലിന്റെ സമയത്ത്. അപ്പൊ ഞങ്ങള് നമ്മുടെ ജോസൻ ചേട്ടൻ പറഞ്ഞേടാ ഹാഫ് ടൈം എന്തായാലും ഇംഗ്ലണ്ട് തോറ്റു നിൽക്കുക, പോയി നമുക്ക് ഒരു ബിയർ മേടിച്ച് കുടിക്കാം എന്നും പറഞ്ഞ് ഞാനും ജോസൻ ചേട്ടനും കൂടിയിട്ട് പുറത്ത് ഹാഫ് ടൈമിന്റെ സമയത്ത് ഇറങ്ങിട്ടോ. അപ്പോഴാണ് ശരിക്കും യഥാർത്ഥ ഒരു ബാച്ച് ഫുട്ബോൾ ഹൂളിഗൻസിനെ കാണാൻ പറ്റി. 1-2 കടകൾ അവർ ഷട്ടർ ഇട്ടു. പിന്നെ ഉള്ള ഒരു കടയിൽ നമ്മൾ പോയി ചോദിച്ചു നോക്കി. എന്ന് വെച്ചാൽ കളി പകുതി അവിടെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആ ഏരിയയിലെ ക്ലീനിങ് അടക്കം കഴിഞ്ഞു. അടുത്ത നാളെ ഒരു നേരത്തേക്ക്, നാളത്തെ ദിവസത്തേക്ക് വേണ്ടി ഗ്രൗണ്ടിനെ അവർ പ്രിപ്പയർ ചെയ്യാണ്. പുറത്ത് ഇതുപോലെയുള്ള സ്ഥലത്ത് ഇത് കണ്ടില്ലേ, ഓരോരുത്തരന്മാര് ബിയർ അടിക്കുന്നു. ഏത് രാജ്യക്കാരാന്ന് പോലും അവർക്കറിയില്ല. ഫുട്ബോളാണ് എല്ലാവരുടെയും ഭാഷ. അപ്പോ അങ്ങനെ ഇംഗ്ലീഷുകാരാണ്, ചിലപ്പോൾ പുറത്തുനിന്ന് വന്നേക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ എന്തായാലും നമ്മൾ ശരിക്കും അവിടെ നിന്നൊരു ബിയറൊക്കെ മേടിച്ച് ചില്ലായി കളി കാണാൻ വേണ്ടിയിട്ട് തിരിച്ചിറങ്ങി കുറച്ച് ഉയരത്തിൽ നമ്മൾ നിന്നിട്ട് വീഡിയോ എടുത്തപ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്രൗണ്ടിനെയൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തും ഓരോ ടിക്കറ്റ് റേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ കുറച്ചുകൂടെ ഉയരത്തിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് വ്യത്യാസം ഉണ്ടോ സംശയമുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു തന്നെ അവിടെ ഗ്രൗണ്ടില് നമ്മള് ഒരു ചെറുതടിക്കാൻ പോയി എന്നൊക്കെ നാട്ടിൽ പറയില്ലേ, അങ്ങനെ ഒരു ബിയർ മേടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഒരുത്തരും ഇവിടെ ഇഞ്ചുറി ആയിട്ട് കിടക്കണുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേടിച്ച് തന്നെയാണ് ഇവർ കളിച്ച് ആ ഒരു മുഹൂർത്തം എത്തിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കളി തോറ്റു കഴിഞ്ഞാൽ പോലും അവർക്കൊരു പരിക്ക് കിട്ടിയിട്ടുണ്ട് അന്നത്തെ ദിവസം ഒരു കളിക്കാരന്. അപ്പോൾ അതിനി അടുത്ത ആഴ്ച നടക്കുന്ന യൂറോ കപ്പിന് ചിലപ്പോൾ ഒരുപക്ഷെ ടീമിനെ ബാധിക്കും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ശരിക്കും വലിഞ്ഞു നിന്നാണ് കളിച്ചത്. ശരിക്കും ഒരു സാമട്ടിലുള്ള കളിയായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്ന രീതിയും അവരുടെ ആ സെറ്റപ്പും കാര്യങ്ങളും എങ്ങനെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു രീതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ ഒരു ലെയർ പോലീസുകാർ ഫുള്ള് നിൽക്കുന്നുണ്ട്. മെയിൻ എൻട്രൻസിൽ ഒരു വഴിയാണ്, ഒരു ഗേറ്റ്. അതുപോലത്തെ ഉള്ള 3 ഗേറ്റുകളുണ്ട്, 3 എൻട്രൻസ് ഉണ്ട്. അപ്പൊ 3 ഗേറ്റിന്റെ അകത്തും ഇതുപോലെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. ആ നിൽക്കണ പോലീസുകാർ നമ്മളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് അകത്തേക്ക് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല. അവിടെ നമ്മളെടുത്ത് തടയുന്ന, അവർ ജസ്റ്റ് ബോഡി ചെക്ക് ചെയ്തിട്ട് കടത്തിവിടും. അറിയാതെ ഇവരുടെ പ്ലാനുകളൊന്നും വായിച്ചു നോക്കാതെയാണ് നമ്മൾ പോണെങ്കിൽ നമുക്ക് അത് ആ റോഡിൽ നിന്ന് തന്നെ കുടിച്ചു തീർത്തിട്ട് വേണമെങ്കിൽ കയറാട്ടോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ടീഷർട്ടും ബനിയനുകളൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഫ്ലാഗുകളൊക്കെ കൊടുക്കുന്ന കച്ചവടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ അതിന്റെ സൈഡിൽ പോയി നിന്നിട്ടൊക്കെ ആശാന്മാർ അടിച്ച് കിറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്, എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവന്മാർ വന്നത്. അപ്പൊ അവിടെ നിന്ന് അവര് ഈ പറഞ്ഞ പോലീസ് ചെക്ക് ചെയ്ത് കയറി, ആ ചെക്ക് ചെയ്ത് കയറിയ ഗ്രൗണ്ടിന്റെ അകത്തേക്ക്, ഗ്രൗണ്ടിലെ ആ ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫാൻ സോണുകളാണ്. ഫാൻ സോണുകളുണ്ട്, ഫുഡ് കോർണറുകളുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം, ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഫാൻ സോണുകളിൽ DJ ഉണ്ട്, അവിടെ പോയി ഡാൻസ് കളിക്കാം, തുള്ളാം, ഒരു കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തനും തമ്മിത്തല്ലുണ്ടാക്കില്ല. ഇവിടെ ഈ DBS ചെക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ ഇവർക്ക് ശരിക്കും അറിയാം. എന്താണ് നീ ബിയർ അടിച്ചിട്ട് മുഖത്തേക്ക് കൽപ്പിച്ച് നോക്കണമെന്നൊക്കെയുള്ള ഡയലോഗോ തമ്മിത്തല്ലോ പുക്കാറോ അങ്ങനെ അതൊന്നും ഇല്ല കേട്ടോ. അത് ഫാൻ സോണിന്റെ അകത്ത് ആ ഒരു രാജ്യത്തിന്റെ ഫാൻ സോണുകൾ മാത്രമേ ഉള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കാണുന്നില്ല.
രണ്ട് ദിക്കിലാണ് എൻജോയ് ചെയ്യണത്. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോലീസുകാരെ അത്രയധികം ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പോണത്, നമുക്ക് കളർ കോഡുകൾ ഉണ്ട് ഓരോ സോണുകളിലേക്ക്. നമ്മുടെ കളർ സോൺ ഏതാന്ന് നോക്കുക, കളർ സോണിൽ പോവുക, നമ്മൾ അവിടെ പോയി നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യുക, സ്കാൻ ചെയ്ത് അകത്ത് കയറുക. അകത്ത് നമ്മളിപ്പോ കൈയും വീശി അങ്ങ് അകത്തേക്ക് കയറി ചെന്നത് അതിവിശാലമായ ഷോറൂമാണ്. അവിടെ ജിന്നുണ്ട്, വോഡ്ക ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, റമ്മുണ്ട്, ബിയർ ഉണ്ട്, ഫുഡ് ഉണ്ട്, എന്തും കിട്ടും. അതും നമ്മൾ ഉദ്ദേശിക്കും വലിയ പൈസയുടെ ഒന്നുമില്ല, സാധാരണ മനുഷ്യന് മേടിച്ച് കഴിക്കാവുന്ന റേറ്റിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. 12 പൗണ്ട് ഞങ്ങൾ കൊടുത്തതിന് കോംപ്ലിമെന്ററി ബിയറും വലിയൊരു ഹോട്ട് ഡോഗ് ഫുഡും ചിപ്സും ഡ്രിങ്ക്സും. അപ്പൊ ഒരു മീല് പ്ലസ് കോംപ്ലിമെന്ററി ബിയർ. അപ്പൊ അതിന് ഒരു 12 പൗണ്ട്. അപ്പൊ അതൊരു സാധാരണക്കാരന് കഴിക്കാൻ പറ്റും. 1-2 മേടിച്ച് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം അവര് ആ ഒരു സെറ്റപ്പിലാണ് എല്ലാം പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യണത്. ഇനി ടോയ്ലറ്റ് സംവിധാനങ്ങളും അതുപോലെ ക്ലീനേഴ്സ്, അങ്ങനെയുള്ള ഗ്രൗണ്ടിന്റെ ആംബിയൻസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനാഷണൽ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. നമ്മള് ഇന്റർനാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലാണ്, അല്ല പേരിൽ മാത്രമല്ല ഇന്റർനാഷണൽ. ആ നമുക്ക് ക്വാളിറ്റി സർവീസ് കിട്ടും. കാരണം ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 2 പൗണ്ട് കൊടുത്തിട്ട് ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ആ 2 പൗണ്ടിന്റെ ചായ നമുക്ക് അവൻ ക്വാളിറ്റി സർവീസ് അർഹിക്കുന്നുണ്ട്. കാരണം ആ 2 പൗണ്ടിന് 2 പൗണ്ടിന്റെ വിലയുണ്ട്. അത് എന്ത് സർവീസിനും അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങൾ പോയി ഒരു ചെറുതൊക്കെ അടിച്ചിട്ട് വരിക എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പിൽ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ കളി കഴിഞ്ഞ് ഇംഗ്ലണ്ട് തോറ്റു. ഐസ്ലൻഡ് അവരുടെ ആരാധകർ, ഐസ്ലൻഡിന്റെ ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഒരു കുഞ്ഞ് ബോക്സ് ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു കുഞ്ഞ് ബോക്സിൽ എനിക്ക് തോന്നുന്ന ഒരു 500 ആരാധകർ ഉണ്ടാവുള്ളൂ. അപ്പൊ കുഞ്ഞു രാജ്യമാണല്ലോ. അപ്പൊ ആ 500 ആരാധകർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് ആസ്വദിച്ച് കളി ജയിച്ചു. കളി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെ ഒരൊറ്റ പോകല്ലേ, എങ്ങനെയെങ്കിലും വീട് പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഒരു തിക്കും തിരക്കും വന്ന് അപകടങ്ങൾ ഉണ്ടായി, മരണങ്ങൾ സംഭവിക്കാതെ, ആക്സിഡന്റ് സംഭവിക്കാതെ എങ്ങനെ ഇവർ മാനേജ് ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് സംശയം, ഒരു അത്ഭുതമായിരുന്നു. 90,000 പേരുണ്ടല്ലോ, 1-2 പേരല്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ അതൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ള മനസ്സിൽ കൂട്ടി തന്നെ നമ്മള് പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ഗ്രൗണ്ടിന്റെ അന്ന് ഒരു ചേട്ടൻ കളി കണ്ടിട്ട് പോണേ കാണണേ. ഇങ്ങനെ ഒരു വീൽ ചെയറിൽ ആ ചേട്ടൻ സന്തോഷമായിട്ട് കളി എൻജോയ് ചെയ്ത് തിരിച്ചു പോവുക. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു വണ്ടിയും കൊണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കയറാൻ പറ്റും, സ്റ്റെപ്പ് കയറി അദ്ദേഹം മടുക്കൂലേ. അപ്പൊ അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തേക്കണത്. ഈ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ഒരു ലൈറ്റ് ചെയ്തേക്കണ ഫുള്ള് ബിൽഡിംഗ് കാർ പാർക്കിംഗ് ആണ്. ഇതുപോലത്തെ 4-5 കാർ പാർക്കിംഗ് ബിൽഡിങ്ങുകളുണ്ട്. ഈ ബിൽഡിങ്ങിൽ കാർ പാർക്കിംഗ് നമ്മൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാർ പാർക്കിംഗ് കൊണ്ടുവന്ന് കാർ കയറ്റിയിട്ടിട്ട് കളി കാണാം. കളി കഴിയുമ്പോൾ അവിടെ നിന്ന് കൂളായിട്ട് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു കളി കാണാൻ പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് ട്രെയിൻ സർവീസ്, ബസ് കൃത്യമായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ട്രെയിൻ കൃത്യമായിട്ട് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഒരു വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം ഈ ഗ്രൗണ്ടിനോട് അനുബന്ധമായിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കളി ഉണ്ടെങ്കിൽ ആ ഏരിയ മുഴുവൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ ഇറങ്ങുന്ന ജനങ്ങളെ ഇത്രയധികം, ഈ 90,000 ഇറങ്ങുന്ന ജനങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഒരു മനുഷ്യന്റെ ദേഹത്ത് മുട്ടാത്ത രീതിയിൽ ആണ് നടന്നു പോകുന്നത്. അതൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ഇവര് എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന് ചെറുപ്പം മുതലേ ഞാനിങ്ങനെ, നമ്മൾ ഈ കളികളെ കുറിച്ചിട്ടുള്ള ആഗ്രഹത്തിന്റെ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നതാണ്, എങ്ങനെയായിരിക്കും ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത്. അങ്ങനെയുള്ള പല സംശയങ്ങളും ഇവിടെ വന്ന് ഈ ഒരു കളി അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം കാർ പാർക്കിംഗ് ആട്ടോ. അപ്പോൾ കാർ പാർക്കിങ്ങിൽ നമുക്ക് ഇത്ര പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർ പാർക്ക് ചെയ്യാൻ പറ്റും. ഗ്രൗണ്ടിന്റെ ഓരോ സോണിലും ഇതുപോലെ കാർ പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിങ്ങിൽ നിന്ന് ആളുകൾ കാർ ഇറങ്ങി പോകുന്നത് വേറെ വഴിക്കാണ്. ജനങ്ങൾ ഒഴുകുന്നതുണ്ടോ, ഈ പോകുന്ന ജനങ്ങൾ തമ്മി മുട്ടില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, കൊച്ചായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, അംഗവൈകല്യമുള്ളവരായിക്കോട്ടെ, ഈ നടന്നു പോകുന്ന തിരക്കിൽ ഒരു മനുഷ്യന്റെ ദേഹത്ത് വേറെ ഒരു മനുഷ്യൻ തൊടില്ല എന്നുള്ളതാണ് സത്യം. ഇൻ കേസ് അങ്ങനെ അറിയാതെ നമ്മളെങ്ങാനും തിരിയുമ്പോൾ ഒന്ന് അവരുടെ മേത്ത് മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് സോറി പറയും, നമ്മൾ തിരിച്ചും സോറി പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, എത്രത്തോളം അതൊക്കെ നമ്മൾ ഇവിടെ വന്ന് അനുഭവിക്കാൻ കണ്ടപ്പോഴാണ് നമുക്ക് ഇതിങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പള്ളി പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ എത്രയാ തിക്കും തിരക്കും. ഈ തിക്കും തിരക്കിൽ നമുക്ക് ശ്വാസം പോലും കിട്ടാതെ ഞെരിങ്ങിയാണ് പോണത്. നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഒരു കളി കഴിഞ്ഞിട്ട് കൂളായിട്ട് ആളുകൾ പോണം, കൊച്ചുങ്ങളെയൊക്കെ തലയിൽ വെച്ചിട്ടാണ് പോണത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഈ നടക്കുന്ന ഒരു ഫ്ലോയിൽ ഞങ്ങൾ നടന്നങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിചാരം തന്നെ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റുമെന്ന്. അങ്ങ് അറ്റത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്.
ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ സമയത്ത് എത്തണില്ല. എന്ത് ചെയ്താ നടന്നിട്ട് എത്തണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദൂരമുള്ള ബ്ലോക്കാണ്. അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഈ ഗ്രൗണ്ടിന്റെ ആംബിയൻസ് ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ കുറച്ച് എടുക്കാന്നൊക്കെ മനസ്സിൽ കരുതി വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തി വീട്ടിൽ പോകാന്നൊക്കെ കരുതുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ നടക്കുന്ന ആളുകൾ എല്ലാവരും ബ്രേക്ക് പിടിച്ച പോലെ സ്റ്റോപ്പായി. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ആ ഒരു സിസ്റ്റമാറ്റിക്, ഇപ്പൊ ടാപ്പിലെ വെള്ളം നമ്മൾ പൂട്ടണ പോലെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ആദ്യം നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ പോലീസുകാര് അവര് ബ്ലോക്ക് ചെയ്തേക്കുക. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ബാച്ചിനെ ഏറ്റവും കുറഞ്ഞ ഒരു 500 പേരെ ആയിരിക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടുന്നത്. അവർ ആ 500 പേരെ അങ്ങ് കയറി പോയി കഴിയുമ്പോൾ ഇവര് നേരെ വട്ടത്തിൽ അങ്ങ് ഇറങ്ങി നിൽക്കും പോലീസുകാർ. ജസ്റ്റ് പോലീസുകാർ അവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും സ്റ്റോപ്പ് ഓഹോ എന്നൊക്കെ ഒച്ച എടുത്തിട്ടാണ് അവർ സ്റ്റോപ്പ് ചെയ്യണത് കേട്ടോ. എന്ന് വെച്ചാൽ ആരാധകര്. അപ്പൊ അങ്ങനെ നിന്നു, ആ ഒരു സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ട് വർത്താനം പറയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്ങനെയുണ്ട് മോനെ, കൊച്ചുങ്ങളോട് ഇവര് ചോദിക്കണത് നീ ഇന്നത്തെ ഫുട്ബോൾ കളി എൻജോയ് ചെയ്തോന്നൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു 2-3 മിനിറ്റ് 4 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഏകദേശം 500-600 പേര് ചെന്നവര് മെട്രോയില് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ട്യൂബ് ട്രെയിനിൽ കയറിയിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ പോകുമ്പോൾ, അത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വേറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേഷനിൽ നിന്ന് ആ ഒരു ട്രെയിനിന്റെ വാലങ്ങ് കടന്നു പോകുമ്പോഴേക്കും ആ സ്റ്റേഷനിലേക്ക് അടുത്ത ട്രെയിൻ എൻട്രി ചെയ്യാണ്. അത്രയധികം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് ട്രെയിൻ സർവീസിലൊക്കെ. അപ്പൊ കണ്ടോ, ഗോ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ഫ്ലാഗ് വെച്ചിട്ടാണ് അവർ കൺട്രോൾ ചെയ്യണത് പോലീസുകാര്. അപ്പൊ ആ ഗ്രീന് കിട്ടുമ്പോൾ ആ ഗ്രീനിലേക്കിടെ അങ്ങ് കടന്നു പോകാൻ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ചേട്ടൻ പോകുന്ന വണ്ടി പോലും നമ്മുടെ തൊട്ട് മുമ്പിൽ ഈ തിരക്കിക്കടെ പോകുന്നുണ്ട്. ഇവര് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് റെഡ് ആക്കി കഴിയുമ്പോൾ സ്റ്റോപ്പ്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നതാണ്. ആരാധകരായിരിക്കാം. മറ്റൊരുത്തനെ റെസ്പെക്ട് ചെയ്യാനും മറ്റൊരുത്തന്റെ മേത്ത് മുട്ടാതെയും, ഒരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ കുട്ടിയായിക്കോട്ടെ, ഈ കണ്ടില്ലേ പോലീസുകാർ. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുവാട്ടോ, ഞാനിവിടെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഈ പോലീസുകാരുടെ മുമ്പിൽ ഇതുപോലെ ഇങ്ങനെ ഈ വെസ്റ്റ് ഇട്ടിട്ടുള്ള കുറെ പോലീസുകാർ നിൽപ്പുണ്ട്. ആരോടും പരാതിയില്ല, തമ്മിത്തല്ല ആരും ഉണ്ടാക്കുന്നില്ല. വളരെ കൃത്യതയോടുകൂടി കണ്ണിങ് ആയിട്ട് ആളുകൾ കയറി പോകുന്നു. അപ്പൊ ഇതൊരു ക്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആണ്. ഈ ബ്ലോക്കിൽ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങ് കയറിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെരിങ്ങി അപ്പുറത്തേക്കടെ ഇടയ്ക്കടെയൊക്കെ കയറി പോകില്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കണം, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുക. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെ 25 മിനിറ്റ് എടുത്തു. കൃത്യം 25 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ട്രെയിനുകളുണ്ട്. അതിങ്ങനെ മിനിറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കയറിയതേ അങ്ങോട്ടൊരെണ്ണം പോകുന്നു, ഇങ്ങോട്ടൊരെണ്ണം പോകുന്നു. ഇങ്ങനെ ഫുള്ള് നമ്പറിങ് സിസ്റ്റംസ്, എന്താ പറയുക, അതുപോലെ തന്നെ സ്റ്റേഷനുകളുടെ പേരും മെട്രോപൊളിറ്റൻ ലൈന്, അതുപോലെ തന്നെ പിക്കാഡലി ലൈന്, ബേക്കർ ലൈന്, അങ്ങനെ എത്രക്ക് 11-12 ലൈനുകളുണ്ട്. അങ്ങനെ ആ ലൈനിലൊക്കെ നമ്മൾ കയറി നമ്മുടെ നാട്ടിലേക്കുള്ള സ്വന്തം സാധാ ട്രെയിനിൽ കയറി. അത്യാവശ്യം അപ്പോഴേക്കും ആരാധകരൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്ന ആശാന്മാരൊക്കെ ട്രെയിനിലൊക്കെ ഇരുന്ന് ബിയറൊക്കെ കുടിച്ചിട്ട് അവന്മാരവിടെ കിടപ്പായി. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ വീഡിയോ എടുക്കുവാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, സെൽഫി എടുക്കണേന്ന് പറഞ്ഞ് ഞാൻ എന്റെ രീതിയിൽ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങള് 12:15 ആയപ്പോഴേക്കും എത്തി. 12:30 നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പൊ ഈ ക്രൗഡ് മുഴുവൻ കളി കണ്ടിട്ട് തിരിച്ചു വരുന്നതാണ് വെള്ളിയാഴ്ച. ജീവിതത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം കടന്നുപോയത്. നമുക്ക് ഏകദേശം ഒരു 100-120 പൗണ്ട് അത്രയാണ് നമുക്ക് ചെലവ് വന്നിട്ടുള്ളൂ. എന്നാലും ഈ 120 പൗണ്ടിന് നമുക്ക് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ കളി കാണാനും ഗ്രൗണ്ട് കാണാനും അതിന്റെ സെറ്റപ്പുകളെ കുറിച്ച് മനസ്സിലാക്കാനും ഇതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ സാധിച്ചു. എന്തായാലും മറ്റൊരു ലണ്ടൻ വിശേഷങ്ങളുടെ യാത്രാ വിവരണങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തു.